കേരളം മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ്. പ്രത്യേകിച്ചും തൃശ്ശൂരിനെ സംബന്ധിച്ച ബി.ജെ.പിക്ക് വളരെ നിർണായകം കൂടിയാണ്. ഇത്തവണ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നതിൽ ചില സൂചനകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ നമ്മോടൊപ്പം പത്മജ വേണുഗോപാൽ ചേരുകയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചേച്ചി, ഇപ്പോൾ ചില സൂചനകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ വലിയ ചില സൂചനകൾ കഴിഞ്ഞ ദിവസം മുതൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായിരിക്കും ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറയാനുള്ളത്? അല്ലെങ്കിൽ അതിനൊരു സാധ്യത തൃശ്ശൂരിലുണ്ടോ? എനിക്കും സൂചന തന്നെ കിട്ടിയിട്ടുള്ളൂ. എന്നോടാരും പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല. പക്ഷെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കേണ്ടി വരും. അത് ഞാൻ മത്സരിക്കുകയും ചെയ്യും. പാർട്ടി എന്ത് പറയണോ അത് കേൾക്കുക എന്നുള്ളതാണല്ലോ ഒരു പ്രവർത്തകൻ്റേത്. അപ്പോൾ അങ്ങനെ പാർട്ടി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മത്സരിക്കും. ഇപ്പോൾ നിരവധി പരിപാടികൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ചുവരെഴുത്തായാലും പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനമായാലും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ജനപിന്തുണ ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ ഒരു പാർട്ടി ഇങ്ങനെ മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ മത്സരിക്കും, അങ്ങനെയാണെങ്കിൽ വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ടാവും? തീർച്ചയായിട്ടും നമ്മളൊക്കെ മത്സരിക്കുന്നത് തന്നെ വിജയിക്കാനല്ലേ. പ്രത്യേകിച്ച് തൃശ്ശൂർ വരുമ്പം പണ്ട് കാലത്ത് കുറച്ച് ആൾക്കാർ കൂട്ടത്തിൽ കാല് വാരി എന്നല്ലാണ്ട് തൃശ്ശൂരത്തെ ജനങ്ങൾ എന്നോടൊന്നും ചെയ്തിട്ടില്ല. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ ആ പഴയ സ്നേഹം, പഴയ പത്മേച്ചി എന്നുള്ള വിളിയും കേൾക്കുമ്പോൾ അതിൽ കൂടുതൽ സന്തോഷം എന്താ വേണ്ടത്? അത് ജയിച്ചതിന് തുല്യമാണ് ഇവിടെ വരുമ്പോൾ അവരുടെ സ്നേഹം കാണുമ്പോൾ. അല്ലാണ്ട് വോട്ട് എത്ര അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇതെല്ലാം തീരുമാനിക്കുന്ന ദൈവവും തൃശ്ശൂരിലെ ജനങ്ങളും അല്ലേ. ചേച്ചി നേരത്തെയും പറയുണ്ടായി, അതായത് പല തവണ മത്സരിച്ചെങ്കിൽ പോലും ജയിക്കാൻ സാധിച്ചില്ല. അത് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ കാല് വാരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്നും ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് ബി.ജെ.പിയിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലുള്ള മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. അപ്പോൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഒരു ആത്മവിശ്വാസം എന്താണ്? ആത്മവിശ്വാസം, നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം കൂടെ നിൽക്കുന്ന ഒരു കാല് വാരുന്നൊരു സമ്പ്രദായം ബി.ജെ.പിയിലില്ല. പിന്നെ കോൺഗ്രസ്സിലാണെങ്കിൽ എന്നെ മാത്രമല്ല, പൊതുവേ വനിതകളെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഒരു വനിതയും ജയിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. ആകെ ഷാനിമോൾ ഉസ്മാൻ മാത്രം ഒരിക്കൽ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നല്ലാതെ ബാക്കി എല്ലാവരും തോറ്റ ചരിത്രമേ ഉള്ളൂ കോൺഗ്രസ്സിൽ. അതാണ് ഞാൻ പറയണത്. എപ്പോഴും പറയാറുണ്ട് കോൺഗ്രസ്സിൽ സ്ത്രീകൾ നിറച്ച കോഴികളാണെന്ന്. അതായത് എവിടെയെങ്കിലും കൊണ്ടിടുക, അവരെ തോൽപ്പിക്കുക, കാര്യം കഴിഞ്ഞു. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിൽ നമുക്ക് അർഹത ഉണ്ടെങ്കിൽ മാത്രമേ അവർ സീറ്റ് തരുള്ളൂ. പിന്നെ ജയിപ്പിക്കുന്ന കാര്യം പിന്നെ പാർട്ടിയാണ് നോക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു ആത്മവിശ്വാസം തരുന്നുണ്ട്. നമ്മൾ പണിയെടുത്താൽ മതി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവരെന്നെ നോക്കിക്കോളും. നമ്മുടെ കൂടെ നിന്ന് ഇതാക്കുമ്പോൾ പിന്നെ സ്ത്രീകളോടൊരു ബഹുമാനമുള്ള പാർട്ടിയാണ് ബി.ജെ.പി. ആ ഒരു ഗുണം എനിക്കും കിട്ടാതിരിക്കില്ല. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇത്രയും കാലം കോൺഗ്രസ്സിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് മാറി, അപ്പോൾ ആശയപരമായിട്ട് ഒന്നുമില്ല, ഈ സ്ഥാനമാനങ്ങൾ മാത്രം നോക്കിയിട്ടാണെന്നുള്ളൊരു ആരോപണം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ആരോപണങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ കോൺഗ്രസ്സുകാർ പറഞ്ഞതിന് ഉത്തരം പറയാത്തത് എന്താണെന്ന് വെച്ചാൽ അതൊന്നും ഉത്തരം അർഹിക്കുന്നതല്ല. കാരണം സ്വന്തം കൂട്ടത്തിലെ ആൾക്കാരെ നിർത്തി തോൽപ്പിക്കുന്ന ഇവർക്കൊന്നും എന്നത് പറയാൻ അവകാശമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ തുല്യമായ അല്ലെങ്കിൽ നമ്മളോട് ഒപ്പം നിൽക്കുന്ന ആൾക്കാരോട് മറുപടി പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇങ്ങനെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയം പറയുന്ന ആൾക്കാരെ ഞാൻ അവരെ കാണാറുമില്ല, എൻ്റെ മനസ്സിലിട്ടെടുക്കാറുമില്ല, കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാറുമില്ല. ഞാൻ എപ്പോഴും നല്ലൊരു മനസ്സോടുകൂടി രംഗത്തേക്ക് ഇറങ്ങുന്ന ആളാണ്. ഇപ്പം ഞാൻ ഇറങ്ങുമ്പോൾ തുറന്ന മനസ്സോടുകൂടി, എനിക്ക് പഴയ ആൾക്കാരത് ചെയ്തതിന് അവരോട് ദേഷ്യവുമില്ല. കാരണം നമ്മളല്ല ഇതിനൊക്കെ കൊടുക്കുന്നത്, മുകളിലിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ അവർക്ക് ആവശ്യത്തിനൊക്കെ ഉള്ളത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ബുദ്ധിമുട്ടിക്കാൻ പോണേ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ബി.ജെ.പിയുടെ ഒരു മുന്നേറ്റം, പ്രത്യേകിച്ചും തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയൊരു വിജയം. അപ്പോൾ ആ ഒരു വിജയ തുടർച്ച ഈ ഒരു നിയമസഭ എത്തുമ്പോഴും ഉണ്ടാകുമെന്ന വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എനിക്കുള്ളൊരു ഗുണം ഞാൻ കണ്ടത് ഒരു ബി.ജെ.പി കാൻഡിഡേറ്റായിട്ട് മാത്രമല്ല, അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും അവരുടെ ഒരു ചേച്ചിയാണ്. ഇപ്പോഴും ചെറുപ്പക്കാരായാലും കുട്ടികളായാലും പത്മേച്ചി എന്നൊക്കെ വിളിച്ചിട്ട് ഓടി വരുമ്പോൾ അതിൽ ഞാൻ പാർട്ടിയല്ല കാണുന്നത്. ജനങ്ങൾക്ക് എന്നോടുള്ള സ്നേഹവും എനിക്ക് അവരോടുള്ള സ്നേഹത്തിൻ്റെയും ഒരു കൂടിച്ചേരലാണ് ഇവിടെ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. ജയിക്കുകയോ തോക്കുകയോ എന്നുള്ളതല്ല. ഇവിടെ വന്ന് അവരുടെ സ്നേഹം കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ചേച്ചി പറഞ്ഞിരുന്നു, ഇനിയിപ്പോൾ ചേച്ചി സ്ഥാനാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും മത്സരരംഗത്തേക്ക് ഉണ്ടാവും. അതല്ല ആരാണെങ്കിലും പ്രവർത്തന മണ്ഡലം തൃശ്ശൂരായിരിക്കും. എന്തായാലും സുരേഷ് ഗോപിയുടെ ഒരു പൂർണ്ണ പിന്തുണ ഉണ്ടാവണം. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കുമെന്നുള്ളൊരു കാര്യം ചേച്ചി പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സുരേഷ് ഗോപിയുടെ മാത്രമല്ല, പൊതുവേ ഉള്ള ഒരു പിന്തുണ എങ്ങനെയാണ് പാർട്ടിക്കകത്ത്? എല്ലാവരും അതെ, നല്ല പിന്തുണയാണ്. പിന്നെ നമ്മളടുത്തറിയാത്ത കുറേ ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്കുണ്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് കാലം കൊണ്ട് അത് മാറി. ഞാൻ എല്ലാവരും
വിളിക്കാനും സംസാരിക്കാനും. അപ്പോൾ എല്ലാവരും ഒരാൾ പോലും മാറി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു രീതിയല്ല ബി ജെ പിയിൽ. അങ്ങനെ മാറി നിൽക്കുന്ന ആൾക്ക് പിന്നെ പാർട്ടിയിൽ സ്ഥാനമില്ല. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് കർശനമായിട്ടുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു പാർട്ടി വളരുള്ളൂ എന്ന് എനിക്ക് ഈ അടുത്ത സമയങ്ങളിലാണ് മനസ്സിലായത്. അപ്പോൾ ഇതെടുക്കുക, തീരുമാനങ്ങൾ എടുക്കുക, അപ്പോൾ തെറ്റ് ചെയ്തവരെ തിരുത്തുക, അതെല്ലാം അപ്പം നടക്കും. ഈ പ്രേക്ഷകർക്ക് സ്വാഭാവികമായിട്ട് അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. ഈ സ്ഥാനാർത്ഥിത്വം സൂചനയാണെങ്കിലും അത് അതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം, ആ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനാർത്ഥിത്വം ഏകദേശം ഉറപ്പിക്കാനായോ, അതിപ്പോൾ പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ലിസ്റ്റ് പുറത്ത് വരുമ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ലിസ്റ്റ് പുറത്ത് വരട്ടെ, അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആ രീതിയിലുള്ള ഉത്തരം എനിക്ക് അപ്പോൾ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ആരായാലും വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും. അത് ഇനിയിപ്പോൾ ഞാനാണെങ്കിലും അതെ, ഇനി അല്ല എനിക്ക് പകരം വേറെ ബി ജെ പി കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യും. എൻ്റെ ഉള്ള ഈ പരിചയങ്ങളും ഇതെല്ലാം അവർക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കും. അതാണ് എൻ്റെ തീരുമാനം. തീർച്ചയായിട്ടും അതാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ നിർണായകമാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത്തരത്തിൽ വലിയൊരു ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ ബി ജെ പി പങ്കുവെക്കുന്നത്. പത്മജ വേണുഗോപാലാണ് നമ്മോടൊപ്പം ചേർന്നത്. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, തൃശ്ശൂർ.